വെൽക്കം അവരാണിത് ഫിലിപ്സ് 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ഒരു ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂസ് കത്തിപ്പോകുന്നുണ്ട്. അപ്പോൾ ഫ്യൂസ് ഇട്ട് കണ്ടിന്യൂസ്ലി പിന്നെയും കത്തിപ്പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഇപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഫ്യൂസ് കത്തിപ്പോകുന്നത് ജസ്റ്റ് ഇതാ ഈ ബോർഡിലോട്ടൊന്ന് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ ഫ്യൂസ് കത്തിപ്പോകുന്നത് കാണാൻ പറ്റും. ഇതാ ഇപ്പോൾ ഫ്യൂസ് കത്തിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പവർ സപ്ലൈയിൽ ഡയോഡ് കംപ്ലൈൻ്റ് ആയിരുന്ന, പിന്നെ STR കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ, പിന്നെ സെറാമിക് ഡിസ്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ, പിന്നെ PTCക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലൊക്കെ ഇതേപോലെ സംഭവം കത്തിപ്പോകും. പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡ് അതൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പവർ സപ്ലൈയിലുള്ള ഒരു 4 ഡയോഡുണ്ട്. അത് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ 1-2 ഡയോഡൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡയോഡുകളൊക്കെ ഒന്ന് മാറ്റണം. 2 ഡയോഡ് നല്ലത്, 2 ഡയോഡ് മോശം. പിന്നെ ഇവിടെ STRും കംപ്ലൈൻ്റ് ആയിരിപ്പുണ്ട്. ഓക്കെ, പിന്നെ ചില സാഹചര്യത്തിൽ മാത്രം ഈ STRന് ഒന്നും പറ്റാതെ വരും. പിന്നെ പവർ സപ്ലൈയിൽ ഔട്ട്പുട്ട് ഡയോഡ് H ഔട്ട് അതൊക്കെ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും വേറൊരു പ്രശ്നവുമില്ല. ഔട്ട്പുട്ട് ഡയോഡിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ സെറാമിക് ഡിസ്കിനും ഫോൾട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഡയോഡൊക്കെ ഇടുമ്പോൾ കറക്റ്റ് വാല്യൂ നോക്കിയിടണം. അപ്പോൾ ഇതിൻ്റെ സെയിം ബോർഡ് തന്നെ ഏകദേശം ഒരു 3 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ സെയിം ബോർഡ്. ഇപ്പോൾ STR അളക്കുകയാണ്. ഇതാണ് STR, കറക്റ്റ് നമ്പർ നോക്കിയിടണം. പിന്നെ ഇത് സെറാമിക് ഡിസ്ക്കാണ്. ഈ ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നടുക്കൂടെ ഒരു വെട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റണം. STRും മാറ്റണം, 2 ഡയോഡും മാറ്റണം. വേറെ ഷോർട്ടൊന്നുമില്ല. ഓൾറെഡി ഞാനത് മൊത്തം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ചിലർ ഈ ഫ്യൂസ് അടിക്കുന്ന കംപ്ലൈൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, കണ്ടുപിടിക്കും, സാധനങ്ങളൊക്കെ മാറ്റും, റെഡിയാവും. ചിലത് ഈ സെറാമിക് ഡിസ്ക് കത്തിക്കരിഞ്ഞിരിക്കും, അത് ശ്രദ്ധയിൽപ്പെടും, മാറ്റും. ചിലർ ഈ വെടിച്ച് പിളർന്നിരിക്കണം, ശ്രദ്ധയിൽപ്പെടില്ല. സംഭവം എന്താണ്, ഇത് ചിലപ്പോൾ മാറ്റാൻ മറന്നു, അല്ലെങ്കിൽ കണ്ടു കാണില്ല. ഈ ഡയോഡ് STRൊക്കെ മാറ്റുമ്പോഴേക്കും സംഭവം അങ്ങ് റെഡിയാവും. പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അടിച്ചു. അപ്പോൾ ഒരു പ്രശ്നവും കാണിക്കില്ല, വേറെ ഷോർട്ടൊന്നും കാണിക്കില്ല. 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഫ്യൂസ് അടിക്കുന്ന കംപ്ലൈൻറ്റ്. 4 ഡയോഡും ചിലപ്പം പോകും, STR അങ്ങ് പോകും. ഓക്കെ, അപ്പം അങ്ങനെയും ഒരു അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ STR മാറ്റി, ആ സെറാമിക് ഡിസ്കും മാറ്റി, ഷോർട്ടായിരുന്ന 2 ഡയോഡും മാറ്റി, എല്ലാം കറക്റ്റാണ്. കറക്റ്റ് സെയിം വാല്യൂ ആണ് ഇട്ടത്. എന്നിട്ട് അത് വേറെ ഫ്യൂസ് വിട്ടു. ഇനി TV ഓൺ ചെയ്ത് നോക്കാം, കറക്റ്റായിട്ടുണ്ടോ, സ്ക്രീൻ വരുന്നുണ്ടോ എല്ലാം. ഓക്കെ, അപ്പോൾ അതാ TV ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഇതാ കറക്റ്റായിട്ട് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു കംപ്ലയിൻസും ഇല്ല, എല്ലാം പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാനും മറക്കല്ല്. ചാനൽ വേറെയും കുറേ വീഡിയോസ് ഉണ്ട്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നോർമൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.